ഡോക്ടർ, അപ്പം ഞാൻ റീസെൻ്റ്ലി ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ആക്ട്രസ് വിദ്യാ ബാലൻ്റെ. അപ്പം ആള് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രിങ്ക് യൂസ് ചെയ്തിട്ടാണ് ബോഡി വെയിറ്റ് ലോസ് ചെയ്തത്. അപ്പോൾ അതിനെക്കുറിച്ച് ഡോക്ടർക്ക് എന്താ പറയാനുള്ളത്? ആക്ച്വലി ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു ആൻസർ ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു 35+ ആയിട്ടുള്ള ഒത്തിരി ലേഡീസിൽ ഒത്തിരി ഇൻഫ്ലമേഷൻ ഇപ്പോൾ ഭയങ്കര കംപ്ലൈൻ്റ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വിഭാഗം ആൾക്കാർക്ക് അക്യൂട്ട് എൻഡോടോക്സിമിയ എന്ന് പറയും. അവർക്ക് വെയിറ്റ് ലോസ് ആണ് വരുന്നത്. ഒരു വിഭാഗം ആൾക്കാർക്ക് ക്രോണിക് എൻഡോടോക്സിമിയ, അതായത് ടോക്സിൻ്റെ അക്യുമുലേഷൻ കൊണ്ടാണ് അത് വരുന്നത്. ഈ ടോക്സിൻസ് അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ ഒരു വിഭാഗം ആൾക്കാർക്ക് വെയിറ്റ് ഗെയിൻ വരും. അതിൻ്റെ ശരിക്കും റൂട്ടായിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ട് നമ്മൾ പറയുവാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് എന്ന് പറയാം. നമ്മുടെ ശരീരത്തിൽ നമ്മൾക്ക് വീർക്കാനായിട്ട്, അതല്ലെങ്കിൽ നീർക്കെട്ട് വരാനായിട്ടുള്ള ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് പ്രസൻ്റ് ആയിരിക്കുന്നത് നമ്മളുടെ അഡിപ്പോസ് ടിഷ്യൂ, ഫാറ്റിൻ്റെ അഡിപ്പോസ് ടിഷ്യൂവിലാണ്. ഈ അഡിപ്പോസ് ടിഷ്യൂവിൽ ഈ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സിനെ ഒന്ന് പോയി ആക്ടിവേറ്റ് ചെയ്യും. ഈ ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് ഹൈപ്പർട്രോഫി, അതായത് സെൽസ് വീർക്കും. ആ ഹൈപ്പർട്രോഫി നടക്കുമ്പോഴാണ് ഓരോ സെൽസും വീർക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും അതൊരു വെയിറ്റ് ഗെയിനിലേക്ക് വരും. അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ഇൻഫ്ലമേഷനെ കുറയ്ക്കാനുള്ള വഴികൾ നോക്കുക. അതാണ് നമ്മൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള പ്രോട്ടോക്കോള് ആൾ ചൂസ് ചെയ്തത് കൊണ്ടാണ് ആൾക്ക് വെയിറ്റ് ലോസ് സംഭവിച്ചത്. അപ്പോൾ ഡോക്ടറെ, ഈ ഇൻഫ്ലമേറ്ററി ഫുഡ് എന്ന് പറയുമ്പോൾ അതിൽ ഏതൊക്കെ ഫുഡുകളാണ് കഴിക്കേണ്ടതും കഴിക്കാൻ പാടില്ലാത്തതുമായത്? അപ്പോൾ ഇതിനകത്ത് കഴിക്കേണ്ടതായിട്ടുള്ളത് നമ്മൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി എന്ന് പറയുന്ന വിഭാഗം നമ്മളുടെ ഇന്ത്യ മഹാരാജ് എന്ന് പറയുന്ന സ്പൈസസിൻ്റെ ഏറ്റവും രാജാവാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല മഞ്ഞളുണ്ട്, അതുപോലെ തന്നെ തുളസി, ചുക്ക്, അല്ലെങ്കിൽ ഇഞ്ചി, ഇങ്ങനെയുള്ള ഇതെല്ലാം ഇട്ട് നല്ലൊരു ഹെർബൽ ഡ്രിങ്ക് നമുക്കുണ്ടാക്കാം. അപ്പോൾ അതിരാവിലെ തന്നെ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ലേഡീസും ഇതൊന്ന് അവരുടെ ഡെയിലി ഇതിനകത്ത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് മുമ്പായിട്ട് വെറും വയറ്റിൽ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രിങ്ക് അത് നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. വീട്ടിൽ നമ്മുടെ തന്നെ തൊടിയിലുള്ള കുറച്ച് തുളസി പറിക്കുക, ഒരു ഇഞ്ചി ചതയ്ക്കുക, അതുപോലെ തന്നെ മഞ്ഞൾ ഇടുക, പിന്നെ കുറച്ച് മല്ലി ഇടുക, അതുപോലെ തന്നെ കറുകപ്പട്ട, അതുപോലെ തന്നെ ഇതെല്ലാം ഒരു ദിവസം തന്നെ വേണമെന്നില്ല. എല്ലാ ദിവസവും നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ഇത് ചെയ്യാം. മല്ലി നല്ലതാണ്, കറുകപ്പട്ട നല്ലതാണ്, അതുപോലെ തന്നെ ക്ലോസ്, കരയാമ്പൂ, ഇതെല്ലാം ഇട്ട് നല്ലപോലെ തിളപ്പിച്ചിട്ട് വെറും വയറ്റിൽ കുടിക്കുക. അപ്പം നമ്മുടെ ആ ഇൻഫ്ലമേഷനും നീർക്കെട്ട് ഇതിന് മാത്രമല്ല, നമ്മുടെ കുട്ടികൾക്ക് പോലും രാവിലെ വെറും വയറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അലർജി ഉണ്ടാവില്ല, സൈനസൈറ്റിസ് ഉണ്ടാവില്ല, ഹെഡേക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഇതെല്ലാവർക്കും ഇമ്മ്യൂണിറ്റി കിട്ടാനായിട്ടും വൈറ്റമിൻ ഡി ഇതിൻ്റെ കൂടെ നമ്മൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോട്ടോക്കോളിൻ്റെ കൂടെ നമ്മൾ നിർത്തുന്ന ഒരാളാണ് വൈറ്റമിൻ ഡി. അപ്പോൾ അത് ചേർക്കുക. ഈ നമ്മൾ പറഞ്ഞ ഈ ഹെർബൽ ഡ്രിങ്ക്സ്, പിന്നെ അതിൻ്റെ തന്നെ സാധനങ്ങൾ, ഇപ്പോൾ മല്ലിയൊക്കെ അല്ലെങ്കിൽ മല്ലിയിലയുടെ ചമ്മന്തി, അതൊക്കെ നമുക്ക് ഫുഡിലും ഉൾപ്പെടുത്താം. മഞ്ഞളിൻ്റെ ധാരാളമായിട്ടുള്ള ഉപയോഗങ്ങൾ, പിന്നെ നമ്മളുടെ ഇതിനകത്ത് പറയുവാണെങ്കിൽ കായം പൊടി, അസഫോയിറ്റഡ എന്ന് പറയും, അതായത് നമ്മൾ കറിക്കായം, അതൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. ഇനി ഉൾപ്പെടുത്താൻ പാടില്ലാത്തതെന്ന് ചോദിച്ചല്ലോ, അത് ഏറ്റവും കൂടുതൽ അൺഫോർച്ചുനേറ്റ്ലി പറയുവാണെങ്കിൽ പാല് നമ്മൾ ഇതിൻ്റെ ഉപയോഗം നമ്മൾ നിർത്തേണ്ടി വരും. അതുപോലെ തന്നെ ഗോതമ്പും മൈദ, അതായത് വൈറ്റ് സബ്സ്റ്റൻസ്, വൈറ്റ് ഷുഗർ, നമ്മൾ പറയില്ല വെള്ള എല്ലാം പോയ്സണസ് ആണെന്ന് പറയും. അതൊരു തമാശയല്ല, സത്യമാണ്. അത് കാരണം വെച്ചാൽ വെള്ള കാണാൻ ഭംഗിയുള്ളതൊന്നും കഴിക്കാൻ പാടില്ല എന്ന് പണ്ടുള്ളവർ പറയുമായിരുന്നു. അത് സത്യമാണ്. കാരണം വെള്ള പഞ്ചസാര അത് വളരെ ദോഷമുള്ള സാധനമാണ്. അതുപോലെ വെള്ളയാണ് മൈദ കാണാൻ നല്ല സുന്ദരിയാണ്, പക്ഷെ കഴിച്ചാൽ പ്രശ്നമാകും. അതുപോലെ തന്നെ ഈ ഗോതമ്പ് ആ കാറ്റഗറിയിൽ നല്ല തവിടുള്ള നല്ല ഗോതമ്പ് പൊടി, നമ്മളിപ്പോൾ പഞ്ചാബിലൊക്കെ ഉള്ളവർ ആ പാടത്തുനിന്ന് തന്നെ കൊയ്തെടുത്ത് കഴിക്കുന്നതിൽ വലിയ പ്രശ്നമില്ല. പക്ഷേ നമ്മളുടെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ അത് ഏത് ഫോമിലാണെന്നുള്ളത് നമുക്കറിയില്ല. അതിനകത്ത് ഫൈബറൊക്കെ പോയി പ്രോസസ്ഡ് ആയിട്ടുള്ള ഗോതമ്പ് വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അതുപോലെ പശുവിൽ നിന്ന് കറന്ന പാല് നമ്മൾ അപ്പം തന്നെ ചൂടോടുകൂടി നമ്മളുടെ വീടുകളിലൊക്കെ പണ്ട് ഉപയോഗിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ വരുന്ന പാക്കറ്റ് പാലിൽ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ എല്ലാ സാധനങ്ങളും അതിൻ്റേതായിട്ടുള്ള ഒരു നല്ല രീതിയിൽ കഴിക്കുവാണെങ്കിൽ വലിയ ദോഷം ഉണ്ടാവില്ല. പക്ഷേ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ പാല്, ഗോതമ്പ്, മൈദ, പ്രോസസ്ഡ് ആയിട്ടുള്ള എല്ലാ ഫുഡുകൾ, എയറേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ്, ഇതെല്ലാം നല്ല നിറം തരുന്ന എല്ലാ സാധനങ്ങളെയും നമ്മൾ മാറ്റി നിർത്തുക.